بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين أما بعد مخارج الحروف അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ പ്രധാനമായ മുഖ്യമായ മഖ്റജുകളിൽ അൽ ലിസാൻ എന്ന മഖ്റജിലെ നാവ് എന്ന ആമായ മഖ്റജിലെ 8 മഖ്റജുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10 മഖ്റജുകളാണ് ലിസാനിൽ നിന്നും ഉള്ളത്. അതിൽ 8 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 9ാമത്തെ മഖ്റജാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആ മഖ്റജ് ظهر طرف اللسان مع أصول الثنايا العليا. അതായത് طرفുൽ ലിസാൻ എന്നാൽ നാവിന്റെ അറ്റമാണ്. അറ്റത്തിനാണ് തറഫ് എന്ന് പറയാം. ആ തറഫിന്റെ വഹ്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുതുക്, വഹ്ർ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം. മഅ ഉസൂലി സനായ അൽ ഉലിയ. അസ്സനായ എന്ന് പറഞ്ഞാൽ മുൻപല്ലുകളാണ്. ഉസൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ, മുരട് എന്നൊക്കെ പറയും. ഉൾഭാഗം, ഉള്ളിലുള്ള ആ മോണയോട് ചേർന്ന് നിൽക്കുന്ന ആ അടിഭാഗം, അതിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ മോണയോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗം, അതിന്റെ അടിസ്ഥാനം എന്നൊക്കെയാണ് ഉസൂലിന് അർത്ഥം. ആ ഭാഗവുമായി ചേർത്തുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് അത്വാഉ വദ്ദാലു വത്താഉ. ത്വാഉ, ദാല്, താഉ. ത്വാഉം ദാലും താഉം. ത്വാഉ പ്രത്യേകമായി അതിന്റെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് തഫ്ഖീമിന്റെ ഹർഫാണ്. മഖ്റജ് 3ഉം ഒന്ന് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. ത്വാഉ, ദാല്, താഉ. ഇത് ത്വാഇന്റെ പ്രത്യേകത ഇത്ബാഖിന്റെ ഹർഫാണ്, ഇസ്തിഅലാഇന്റെ ഹർഫാണ്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഷിദ്ദത്ത് ഇവ 3നും ഉള്ളതാണ്. ഷിദ്ദത്തിന്റെ അക്ഷരങ്ങളാണ് ത്വാഉ, അത്വ, 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 അല്ലേ? അത്വ, അത്വ എന്ന് പറഞ്ഞു നോക്കൂ. അത്വ, അത്വ ആവർത്തിച്ച് പറയുക, തഫ്ഖീമോടുകൂടി പറയണം. പിന്നെ ഖൽഖലത്തിന്റെ ഹർഫുമാണ് ത്വാഉ. ഖൽഖല വരും, സുക്കൂൻ വരുമ്പോൾ. ത്വാഇന് സുക്കൂൻ വരുമ്പോൾ ഖൽഖല ഉണ്ടാകും. അപ്പൊ അത്വ, അത്വ, അത്വ എന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. ത്വബഖ, തഫ്ഖീം കുറഞ്ഞതാണ്, കസ്ർ വരുമ്പോ ത്വബഖ. ത്വാഗൂൻ, ത്വാഗൂൻ എന്ന് പറയുമ്പോ ത്വാഇന് ഫത്ഹ നൽകി ദീർഘിപ്പിക്കുന്നു. അപ്പൊ ആ ദീർഘത്തിലും തഫ്ഖീം ഉണ്ടാവണം. ഇതൊക്കെ ത്വാഇന്റെ പ്രത്യേകതയാണ്. അത്വ, അത്വ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറയുക. വസ്സമാഇ വത്താരിഖ, വത്താരിഖ ശ്രദ്ധ നൽകിയാൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. വത്താരിഖ, വത്താരിഖ, വമാ അദ്റാക മത്താരിഖ, മത്താരിഖ ആവർത്തിച്ച് പറയുക. അടുത്ത ഹർഫ് ദാലാണ്. ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. ത്വാ തഫ്ഖീം ചെയ്യുമ്പോൾ ത്വാഇന്റെ ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ ഘടനയും എന്നാൽ മറ്റ് 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് എങ്ങനെയാണ് എന്നതും. അതായത് ഇസ്തിഅല ആണ്, നാവ് ഉയർന്നു വരേണ്ട അക്ഷരമാണ് ത്വാ എന്നർത്ഥം. എന്നാൽ ദാലും താവും അങ്ങനെയല്ല. ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്, ഷദീദായ അക്ഷരങ്ങളാണ്. എന്നാൽ ഇതുപോലെ ഉച്ചരിക്കപ്പെടുന്ന തഫ്ഖീം നൽകപ്പെടുന്ന ഹർഫുകളല്ല ദാലും താവും. രണ്ടും തന്നെ തർഖീഖ് നൽകി നേർപ്പിച്ചുച്ചരിക്കേണ്ടവയാണ്. വഇന്നദ്ദീന ഇന്ന് നമ്മൾ ഓതിയ ഭാഗമാണ്. വഇന്നദ്ദീന, വഇന്നദ്ദീന ലവാഖിഅ മാലികി യൗമിദ്ദീൻ, യൗമിദ്ദീൻ. അദ്ദീൻ എന്നത് ദീൻ ദാല് പോലെ ആയിപ്പോരുത്, അല്ലെങ്കിൽ താഗ് പോലെ യൗമിദ്ദീൻ ആയിപ്പോരുത്. ഒക്കെ തെറ്റാണ്. സൂറത്തുൽ ഫാത്തിഹ ആകുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, തെറ്റ് വരാതെ ഓതണം. അപ്പോ ദാല് ശരിയാക്കുക. അദ്റാക വമാ അദ്റാക, ദാല്
ദാലായി തന്നെ പറയുക. മറ്റക്ഷരങ്ങളുടെ ശബ്ദമൊന്നും ദാലിന് വരരുത്. താഗ് പോലെയോ ദാല് പോലെയോ ഒന്നും ആയി പോകരുത്. പിന്നീടുള്ളത് താ ആണ്. താഗ് ആയി തന്നെ പറയണം. തായിന്റെ പ്രത്യേകത, പ്രത്യേകിച്ചൊരു പരിശീലനം ദാലിനും തായിനും ആവശ്യമില്ലെങ്കിലും മറ്റു ചില അക്ഷരങ്ങളുടെ കൂടെ ചേർത്ത് പറയുമ്പോൾ ഒരു അവ്യക്തമാകുന്ന അവസ്ഥ വരാറുണ്ട്. തായിന്റെ കൂടെ ആകുമ്പോൾ നൂനിന്റെ കൂടെ ആകുമ്പോൾ കുന്തും തും കുന്തും. ഇവിടെ കുന്തും ദും എന്നുള്ളൊരു മലയാളത്തിലെ എന്താ പറയുണ്ടല്ലോ, നായും ദായും കൂടി ചേർത്തുകൊണ്ട് ഇന്ത, അങ്ങനെയുള്ള ഒരു ശബ്ദം വരാറുണ്ട്. അത് വരരുത്. കുന്തും തായിട്ട് തന്നെ അല്ലേ, عربا أترابا إذا الشمس كورت. ഹംസിന്റെ അക്ഷരം കൂടിയാണ് താഗ് അല്ലെ, ഹംസിന്റെ അക്ഷരമാണ്, മഹ്മൂസായ അക്ഷരമാണ്. അപ്പൊ അതുകൊണ്ട് സുക്കൂന് ഒക്കെ എന്താണ്, ഇങ്ങനെ കേൾക്കൂല എന്നർത്ഥം. ദാലിന്റെയും ത്വാഇന്റെയും മാതിരി ഖൽഖലയുടെ വിപരീതമാണ്. ഹംസ് നൽകപ്പെടുന്ന അക്ഷരമാണ്, മഹ്മൂസായ ഹർഫാണ്, ഷദീദാണ്. അതുപോലെ തന്നെ ഇസ്തിഫാലിന്റെ ഹർഫാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് തായിന്റെ കാര്യത്തിൽ. അൽ ഹുറൂഫു നിത്ഇയ്യ എന്ന് ഇവക്ക് ലഖബ് നൽകപ്പെടുന്നു. ഈ മൂന്ന് അക്ഷരങ്ങൾക്കും ലഖബ് നൽകപ്പെടുന്നു. നാവിന്റെ മേൽഭാഗം ഇങ്ങനെ ചേർത്തുകൊണ്ട് ഒട്ടിച്ചുച്ചരിക്കുന്ന അക്ഷരമായതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നാണ് ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. നിത്ഇയ്യ അൽ ഹുറൂഫു നിത്ഇയ്യ എന്ന ഈ മൂന്ന് അക്ഷരങ്ങൾക്കും പേര് പറയപ്പെടും. ത്വാഉ വദ്ദാലു വത്താ. തെറ്റുകൂടാതെ ഈ മൂന്നക്ഷരങ്ങളും ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും.